ഹായ് ഫ്രണ്ട്സ്, സ്മാർട്ട് കിച്ചൺ ഫോർ യുയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ തയ്യാറാക്കുന്നത് നല്ല അടിപൊളി ടേസ്റ്റിലുള്ള ഒരു മാംഗോ ഐസ്ക്രീമാണ്. ഞാൻ ഹസീന നാസർ. നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുകയും സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടും കൂടി ചെയ്യണേ. കടയിൽ നിന്നൊക്കെ വലിയ വില കൊടുത്ത് വാങ്ങുന്ന ഐസ്ക്രീം നമുക്ക് വീട്ടിൽ തന്നെ നല്ല ഹെൽത്തി ആയിട്ടും ടേസ്റ്റി ആയിട്ടും തയ്യാറാക്കിയെടുക്കാവുന്നതാണ്. തീർച്ചയായിട്ടും നിങ്ങൾ ഈ മാംഗോ ഐസ്ക്രീം ഒന്ന് ട്രൈ ചെയ്ത് നോക്കേണ്ടതാണ് കേട്ടോ. എന്നാൽ ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നത് നമുക്ക് നോക്കിയിട്ട് വന്നാലോ. ഐസ്ക്രീമിനായിട്ട് മാങ്ങ എടുക്കുമ്പോൾ നല്ലവണ്ണം പഴുത്തതും പുളിയില്ലാത്തതും നാരുകൾ കുറവുള്ളതുമായ മാങ്ങ എടുക്കാൻ ശ്രദ്ധിക്കണേ. ഇതിനായിട്ട് നല്ലവണ്ണം പഴുത്ത ഒരു വലിയ മാങ്ങ ആണ് ഞാൻ എടുത്തിരിക്കുന്നത്. ഇത് തൊലിയൊക്കെ ചെത്തി നമുക്ക് ക്ലീനാക്കി എടുത്തുകൊണ്ട് വരാം. തൊലിയൊക്കെ ചെത്തിയെടുത്ത മാങ്ങയിൽ നിന്നും ഒരു കഷ്ണം നമുക്ക് മുറിച്ചെടുക്കാം. മുറിച്ചെടുത്ത ഈ ഒരു പീസ് മാങ്ങ നമുക്ക് ചെറിയ കഷ്ണങ്ങളാക്കി മുറിച്ചെടുക്കാം. മാങ്ങ ഇതുപോലെ ചെറിയ പീസുകളായിട്ട് വേണം മുറിച്ചെടുക്കാൻ. ചുവടുകട്ടിയുള്ള ഒരു പാത്രം അടുപ്പിൽ വെച്ച് കൊടുത്ത് അതിലേക്ക് ഒരു സ്പൂൺ പഞ്ചസാര ഇട്ട് കൊടുക്കാം. ഈ പഞ്ചസാര ഒന്ന് അലിഞ്ഞു വരുന്നതിനായിട്ട് അതിലേക്ക് 2 ടീസ്പൂൺ വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കാം. ഇനി സ്റ്റൗ ഓണാക്കി കൊടുക്കാം. വെള്ളം ചൂടായി നമ്മൾ ചേർത്ത് കൊടുത്ത പഞ്ചസാരയെല്ലാം ഒന്ന് മെൽറ്റായി കിട്ടണം. പഞ്ചസാര നല്ലവണ്ണം മെൽറ്റായി വന്നു കഴിയുമ്പോൾ അതിലേക്ക് നമ്മൾ ചെറിയ പീസുകളായി അരിഞ്ഞു വെച്ചിരിക്കുന്ന മാങ്ങയുടെ കഷ്ണങ്ങൾ ഇട്ട് കൊടുക്കാം. മാങ്ങ ഇതിൽ കിടന്ന് ചെറുതായിട്ടൊന്ന് വെന്ത് ഷുഗർ സിറപ്പ് മാങ്ങയിലെല്ലാം ഒന്ന് കോട്ട് ചെയ്ത് കിട്ടണം. ഏകദേശം ഒരു 2 മിനിറ്റോളം ഇതുപോലെ ഇളക്കി കൊടുത്താൽ മതി. ഷുഗർ സിറപ്പ് എല്ലാം പറ്റി മാങ്ങ ഡ്രൈ ആയി കിട്ടും. ഇപ്പോൾ ഷുഗർ സിറപ്പ് പറ്റി മാങ്ങ ഡ്രൈ ആയി വന്നിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് ഒരു പാത്രത്തിലോട്ട് മാറ്റി കൊടുക്കാം. ബാക്കിയുള്ള മാങ്ങ ഇതുപോലെ കുറച്ച് വലിയ കഷ്ണങ്ങളായിട്ട് അരിഞ്ഞ് മിക്സിയുടെ ഒരു ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഈ മാങ്ങ നല്ലവണ്ണം ഒന്ന് അരച്ചെടുത്തുകൊണ്ട് വരണം. ഇതിലേക്ക് പാലോ വെള്ളമോ ഒന്നും തന്നെ ചേർത്ത് കൊടുക്കാതെ വേണം അരച്ചെടുക്കാൻ. അരച്ചെടുത്ത മാങ്ങാ പൾപ്പ് നമുക്ക് സെയിം സോസ് പാനിലോട്ട് തന്നെ ഇട്ട് കൊടുക്കാം. വെള്ളവും പാലും ഒന്നും ചേർത്ത് കൊടുക്കാതെ ഈ രീതിയിൽ നമുക്ക് അരഞ്ഞു കിട്ടും. ഇതിലേക്ക് അരക്കപ്പ് പഞ്ചസാര കൂടി ചേർത്ത് കൊടുക്കാം. ഇതൊരു തവിയുണ്ട് നമുക്ക് ഇളക്കി കൊടുക്കാം. ചൂടായി കഴിയുമ്പോൾ പഞ്ചസാരയൊക്കെ പെട്ടെന്ന് തന്നെ മെൽറ്റ് ആയിക്കൊള്ളും. ഒരു 2 മിനിറ്റോളം തിളച്ച് മാങ്ങ എല്ലാം ഒന്ന് വെന്ത് വരുന്നിടം വരെ നമുക്ക് ഇളക്കി കൊടുക്കാം. നിങ്ങൾ ഐസ്ക്രീം ഉണ്ടാക്കുമ്പോൾ ഈ സ്റ്റെപ്പ് സ്കിപ്പ് ചെയ്യരുത്. മാങ്ങ മിക്സിയിൽ അടിച്ച് വേവിക്കാതെ ഐസ്ക്രീം ഉണ്ടാക്കുന്നതിലും നല്ലത് ഇതുപോലെ തിളപ്പിച്ച ശേഷം ഐസ്ക്രീം ഉണ്ടാക്കുകയാണെങ്കിൽ നമ്മൾ കടയിൽ നിന്നും വാങ്ങുന്ന ഐസ്ക്രീമിൻ്റെ അതേ ടേസ്റ്റ് തന്നെയാണ് കിട്ടുന്നത്. ഇപ്പോൾ മാങ്ങ ഒന്ന് തിളച്ച് കുറുകി വന്നിട്ടുണ്ട്. ഇത്രയും തിളച്ച് വന്നാൽ മതി. ഈ സമയം കൊണ്ട് ഇതുപോലൊന്ന് മാങ്ങ കുറുകി വരികയും ചെയ്യും. ഇനി ഇത് ഒന്ന് നല്ലവണ്ണം ചൂടാറി തണുത്ത് കിട്ടുന്നിടം വരെ മാറ്റി വെക്കാം. മിക്സിയുടെ ഒരു ജാറ് 2 മണിക്കൂർ ഞാൻ ഫ്രീസറിൽ വെച്ച് തണുപ്പിച്ചെടുത്തതാണ്. ഇതിലേക്ക് നല്ലവണ്ണം തണുപ്പിച്ച 1 കപ്പ് ഫ്രഷ് ക്രീം ചേർത്ത് കൊടുക്കാം. ഫ്രീസറിൽ നിന്നും ജാർ എടുത്ത ഉടൻ തന്നെ ഫ്രഷ് ക്രീം ചേർത്ത് മിക്സിയിൽ അടിച്ചെടുക്കണം. 45-50 സെക്കൻഡ് ലോ സ്പീഡിൽ നിന്ന് ഹൈ സ്പീഡിലേക്ക് പെട്ടെന്ന് അടിച്ചെടുക്കണം. ക്രീം ഈ ഒരു കൺസിസ്റ്റൻസിയിൽ വേണം അടിച്ചെടുക്കാനായിട്ട്. കേക്കിനൊക്കെ നമ്മൾ അടിച്ചെടുക്കുമ്പോൾ സ്റ്റിക്കി കൺസിസ്റ്റൻസിയിലാണല്ലോ എടുക്കുന്നത്. അതുപോലെ അത്രയും തിക്കാക്കി എടുക്കണ്ട, ഈ ഒരു രീതിക്ക് എടുത്താൽ മതി. മിക്സിയിൽ അടിച്ചെടുത്ത ഈ ക്രീമിലേക്ക് ഇനി നമ്മൾ ചൂടാറാൻ വെച്ചിരിക്കുന്ന മാംഗോ പ്യൂരി ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് 1/2 ടീസ്പൂൺ വാനില എസൻസും കൂടി ചേർത്ത് കൊടുക്കാം.
അതിനുശേഷം ഇതെല്ലാം കൂടി ഒരു 10 സെക്കൻഡ് നമുക്ക് മിക്സിയിലൊന്ന് അടിച്ചെടുക്കാം. മിക്സിയിൽ അടിച്ചെടുത്തിട്ടുണ്ട്. ഈ ഒരു കൺസിസ്റ്റൻസിയിൽ വേണം നമുക്ക് കിട്ടാനായിട്ട്. നിങ്ങൾ തയ്യാറാക്കുമ്പോൾ ഇതിലും തിക്കായിട്ടാണ് ഇരിക്കുന്നതെങ്കിൽ തിളപ്പിച്ചാറിയ പാല് 1-2 ടീസ്പൂൺ ചേർത്ത് മിക്സിയിൽ ഒന്നും കൂടി അടിച്ചെടുത്താൽ മതി. ഇനി നമുക്ക് ഇതൊരു ഗ്ലാസ് ബൗളിലേക്ക് മാറ്റി കൊടുക്കാം. ജാറിലുള്ളത് മുഴുവനും ബൗളിലേക്ക് മാറ്റി കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നേരത്തെ ഷുഗർ സിറപ്പിലിട്ട് മാറ്റി വെച്ചിരുന്ന മാംഗോ പീസുകൾ ചേർത്ത് കൊടുക്കാം. ഈ മാംഗോ പീസുകളെ എല്ലായിടത്തും എത്തുന്നത് പോലൊന്ന് മിക്സാക്കി കൊടുക്കാം. ബൗളെ അടപ്പുകൊണ്ട് അടച്ചിട്ട് നമുക്കിത് ഫ്രീസറിൽ വെക്കാം. ഞാനിത് തലേദിവസം രാത്രിയിലാണ് തയ്യാറാക്കിയത്. ഞാനിത് ഒരു ഓവർനൈറ്റ് ഫുള്ളും ഫ്രീസറിൽ വെച്ചിട്ട് പിറ്റേ ദിവസമാണ് എടുത്തത്. ഐസ്ക്രീം നല്ല സെറ്റായിട്ട് വന്നിട്ടുണ്ട്. നമുക്കിതൊന്ന് സ്കൂപ്പ് ചെയ്തെടുക്കാം. നല്ല കളറുള്ള മാങ്ങ എടുത്തുകൊണ്ട് ഐസ്ക്രീം നല്ല മഞ്ഞ കളറിൽ കിട്ടിയിട്ടുണ്ട്. കണ്ടില്ലേ, നല്ല പെർഫെക്റ്റ് ആയിട്ട് അടിപൊളിയായിട്ട് ഐസ്ക്രീം കിട്ടിയിട്ടുണ്ട്. സ്കൂപ്പ് ചെയ്യുമ്പോൾ നല്ല രീതിയിൽ തന്നെ നമുക്ക് കിട്ടുന്നുണ്ട്. ഇത് ഇനി ഒരു ബൗളിലേക്ക് നമുക്ക് ഇട്ട് കൊടുക്കാം. കണ്ടോ, ഇത് കാണുമ്പം തന്നെ അറിയാം നല്ല പെർഫെക്റ്റ് ഐസ്ക്രീമാണെന്ന്. ഐസ്ക്രീം കഴിക്കുമ്പോൾ നമ്മൾ ചേർത്ത് കൊടുത്ത മാങ്ങാ കഷ്ണമെല്ലാം കടിക്കാൻ കിട്ടുന്നതുകൊണ്ട് നല്ല ടേസ്റ്റും ഉണ്ടായിരുന്നു, നല്ല രസവുമായിരുന്നു ഐസ്ക്രീം കഴിക്കാനായിട്ട്. മധുരത്തിനായിട്ട് ചേർത്ത് കൊടുത്ത പഞ്ചസാരയെല്ലാം കറക്റ്റായിരുന്നു. ഇതുപോലൊന്ന് നിങ്ങൾ ഉണ്ടാക്കി നോക്കിയാൽ തീർച്ചയായിട്ടും ഇനിയും നിങ്ങൾ കടയിൽ നിന്നും ഐസ്ക്രീം വാങ്ങില്ല. അത്രയ്ക്കും പെർഫെക്റ്റ് ആയിട്ടുള്ളൊരു മാംഗോ ഐസ്ക്രീമായിരുന്നു ഇത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതുപോലെ തയ്യാറാക്കി സെയിൽ ചെയ്യാനും പറ്റും. മാംഗോ ഐസ്ക്രീം എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണേ. ഇനി മറ്റൊരു വീഡിയോയുമായിട്ട് വരുന്നിടം വരെ എല്ലാവർക്കും നല്ലത് മാത്രം വരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. താങ്ക്സ് ഫോർ വാച്ചിങ്.